طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നാം ഏവരെയും പ്രത്യേകമായി തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫضല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് കഴിഞ്ഞ ഖുതുബകളിൽ നടത്തിയത്. ആത്മാവിൻ്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യരുടെ എല്ലാ ജീവിത മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഒരു ഐഡിയോളജിയാണ് എന്ന് നമുക്കേവർക്കും അറിയാം. മനുഷ്യരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ അവരുടെ സന്മാർഗവുമായി ബന്ധപ്പെട്ട് പറയാത്തതായി ഒന്നും തന്നെ വിശുദ്ധ ഖുർആനിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ആരോഗ്യം, അതുപോലെ ആഹാരം, അതിനെ സംബന്ധിച്ചെല്ലാം സുപ്രധാനമായ വളരെ ഗൗരവതരമായ ചില വർത്തമാനങ്ങൾ, ചില നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഞാനിവിടെ ഊതിയ ആയത്ത് സൂറ ബഖറയിലെ 195-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ സൂറത്ത് അൽ ഇസ്രായിലെ 13-ാമത്തെ ആയത്ത്. ഈ രണ്ട് ആയത്തുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഈ രണ്ട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹലുക വഅഹ്സനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇതാണ് സൂറ ബഖറയിലെ 195-ാമത്തെ ആയത്ത്. വലാ തുൽഖൂ ബി ഐദീകും ഇല തഹലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത്. വഅഹ്സിനു, നിങ്ങൾ നല്ലപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, വൃത്തിയോടെ ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നല്ലപോലെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരെ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. ഇനി സൂറത്ത് ഇസ്രായിലെ 13-ാമത്തെ ആയത്ത് ഈ ഒരു ആശയത്തെ തന്നെ പ്രകാശിപ്പിക്കുന്ന വചനമാണ്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറുഹു ഫി ഉനുഖിഹി, എല്ലാ മനുഷ്യരുടെയും ഭാഗധേയം അഥവാ ശരി തെറ്റുകൾ, നന്മ തിന്മകൾ
ത്വാഇറഹു ഫി ഉനുഖിഹി, അവന്റെ കഴുത്തിൽ ബന്ധിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ശരി തെറ്റുകളെ, എല്ലാ മനുഷ്യരുടെയും നന്മ തിന്മകളെ അവരുടെ കഴുത്തുകളിൽ ബന്ധിച്ചിരിക്കുന്നു. ഈ രണ്ട് ആയത്തുകളെയും നമ്മൾ ചേർത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന അർത്ഥവത്തായ ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ പലതിനെ സംബന്ധിച്ചും പറയുന്നത് അള്ളാഹുവിൻ്റെ വിധി എന്നാണ്. നമുക്ക് സംഭവിക്കുന്ന എല്ലാ ആപത്തുകളെ സംബന്ധിച്ചും നമ്മൾ പറയാറ് അള്ളാഹുവിൻ്റെ വിധി എന്നാണ്. പക്ഷേ ഈ രണ്ട് ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന അപകടങ്ങളാകട്ടെ, ആപത്തുകളാകട്ടെ, രോഗങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തകർച്ചകളാകട്ടെ, അത് 90% നമ്മുടെ കർമ്മദോഷങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് വലിച്ചെറിയരുത്. അപ്പോൾ നമ്മളായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കരുത്, നമ്മളായിട്ട് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്, നമ്മളായിട്ട് രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തരുത് എന്നതിന് വ്യാഖ്യാനമുണ്ട്. അതേപോലെ എല്ലാ മനുഷ്യരുടെയും നന്മ തിന്മകൾ അവരുടെ കഴുത്തുമായി അഥവാ അവരുടെ പിരടിയുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതേ ആശയം തന്നെ. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായിത്തീർന്ന പല പ്രശ്നങ്ങളുടെയും ഇടയിൽ എൻ്റെ കർമ്മദോഷം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ വിധിയെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിധി. എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു മേഖലയാണ് അള്ളാഹുവിൻ്റെ വിധി. എൻ്റെ നിറം, എൻ്റെ ജനനം എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു മേഖലയാണ്. അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. ഞാൻ എവിടെ ജനിക്കണം എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എനിക്ക് ഇടപെടാൻ പറ്റിയിട്ടില്ല. ഇതേപോലെ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മേഖലകൾ അനവധിയുണ്ട്. നിങ്ങൾക്ക് ചിന്തിച്ചാൽ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. എന്നാൽ എനിക്ക് സ്വാതന്ത്ര്യമുള്ള മേഖലയുണ്ട്. അവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, പരാജയങ്ങൾ എൻ്റെ കർമ്മദോഷങ്ങളായിട്ടാണ് മാറുക. അശ്രദ്ധമായി നടന്നു, അശ്രദ്ധമായി ആ സ്റ്റെപ്പ് ഇറങ്ങി, ശ്രദ്ധയോടെയല്ല ഇറങ്ങിയത്, മറ്റെന്തോ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങിയത്. കാലൊന്ന് തെറ്റി താഴെ വീണു, ചില അപകടങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചു. ഇതെൻ്റെ കർമ്മദോഷമാണ്. അങ്ങനെ താഴെ വീണാൽ അപകടങ്ങൾ സംഭവിക്കും എന്നത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അപ്പൊ എൻ്റെ കർമ്മദോഷം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ വിധി അങ്ങനെ സംഭവിച്ചത്. അപ്പൊ അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ് സംഭവിക്കുക. ഒന്ന് എൻ്റെ കർമ്മദോഷങ്ങളായിട്ട്, മറ്റൊന്ന് എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മേഖലയിൽ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിൻ്റെ വിധി സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പടച്ചവൻ ഇവിടെ പറഞ്ഞത് വലാ തുൽഖൂബി ഐദീകും ഇല തഹലുക, നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് ഇടരുത്. അതേപോലെ ഓരോ മനുഷ്യരുടെയും പിരടിയിലാണ് അവരുടെ നന്മ തിന്മകൾ രേഖപ്പെട്ട് കിടക്കുന്നത്. ഇനി സമാനമായ 1-2 ആയത്തുകൾ കൂടി നിങ്ങളെ കേൾപ്പിക്കാം. മൻ അമില സ്വാലിഹ, ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ഫലി നഫ്സിഹി, അതിൻ്റെ ഗുണം അവർക്കുണ്ട്. വമൻ സാഅ, ആരെങ്കിലും ഒരു ചീത്ത കാര്യം ചെയ്താൽ ഫഅലൈഹ, അതിൻ്റെ ദോഷം അവർ സ്വയം അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതിൻ്റെ ആശയം എന്താണ്? ഞാൻ ചെയ്തത് മോശമായ ഒരു കർമ്മമാണെങ്കിൽ ആ കർമ്മത്തിന്റെ ദോഷം ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ദോഷഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. മറ്റൊരായത്ത് ഇപ്രകാരമാണ്, ഇൻ അഹ്സൻതും അഹ്സൻതും, നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ, ഇൻ അഹ്സൻതും
നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, അഹ്സൻതും ലി അൻഫുസികും, നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഗുണം. വഇൻ അസഅതും ഫഅലൈഹാ വഇൻ അസഅതും ഫലഹാ. നിങ്ങൾ ഇനി ചീത്തയായ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ദോഷവശം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ആയത്തുകളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ വിധിയെ തീരുമാനിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ നന്മ തിന്മകളെ തീരുമാനിക്കുന്നത്. ഈ ഒരു കാര്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഇത് ഇസ്ലാമിന്റെ അടിത്തറയാണ്, നമുക്ക് സംഭവിച്ച ഒരു തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആമുഖമായി ഇത്രയും കാര്യം പറഞ്ഞത്. സ്വാഭാവികമായി എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു വർത്തമാനമാണ് അള്ളാഹുവിന്റെ വിധി. എല്ലാം അള്ളാഹുവിന്റെ വിധി, എല്ലാം അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുന്നു, ഞാൻ ഉത്തരവാദിയല്ല, ഒന്നും എൻ്റെ പ്രശ്നമല്ല, എല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു. അങ്ങനെ അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഞാൻ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മക്കയിലെ ബഹുദൈവ ആരാധകരായ സത്യനിഷേധികൾ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, ഞങ്ങൾ ബഹുദൈവ ആരാധകർ ആയത് അള്ളാഹുവിന്റെ വിധിയല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തീരുമാനിച്ചു വച്ച പോലെ ഞങ്ങൾ ബഹുദൈവ ആരാധകരായി ജനിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ബഹുദൈവ ആരാധകരായി മാറി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് മക്കയിലെ ബഹുദൈവ ആരാധകർ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അത് അള്ളാഹുവിന്റെ വിധിയല്ല, അവർ തെരഞ്ഞെടുത്ത മാർഗത്തിന്റെ അനന്തര ഫലമാണ്, അവർ തെരഞ്ഞെടുത്തത് ബഹുദൈവത്വമാണ്, അതുകൊണ്ട് അവർ ബഹുദൈവ ആരാധകരായി മാറി. അവർ ഏകദൈവത്വം തെരഞ്ഞെടുത്താൽ അവർ ഏകദൈവ വിശ്വാസികളായിട്ട് മാറും. ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇനി ഇത് വച്ചിട്ട് നമ്മളുടെ ശരീരം, നമ്മളുടെ ആരോഗ്യം, അതിലേക്ക് വരിക. ഈ ആയത്ത് വച്ചിട്ട് നമ്മളുടെ ആരോഗ്യപരമായ മേഖലയുണ്ട്, നമ്മുടെ ആഹാരവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയുണ്ട്, അവിടേക്ക് വരിക. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ലിജിസ്മിക ഫഇന്ന ലിജസദിക അലൈക ഹഖ്ഖുൻ. ഇതൊരു ഹദീസാണ്, റസൂൽ പറഞ്ഞ കാര്യമാണ്. തീർച്ചയായും നിന്റെ ശരീരത്തോട് നിനക്ക് കടമയുണ്ട്, തീർച്ചയായും നിന്റെ ശരീരത്തോട് നിനക്ക് അവകാശമുണ്ട്. ആ ഹദീസിന്റെ ബാക്കി എന്നോണം ഇപ്രകാരമുണ്ട്, വലി ഐനിക ഹഖ്ഖൻ, നിന്റെ കണ്ണിനോട് നിനക്ക് അവകാശമുണ്ട്. ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് കണ്ണ്. ഇതേപോലെ വേറെയും പ്രവാചകന്റെ വചനങ്ങളുണ്ട്. നിന്റെ ശരീരത്തോട് നിനക്ക് അവകാശമുണ്ട്, നിന്റെ കണ്ണിനോട് നിനക്ക് അവകാശമുണ്ട്. അപ്പൊ എന്താണ് ഈ ശരീരത്തോടുള്ള അവകാശം? എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ എൻ്റെ ആത്മാവും എൻ്റെ ഈ ഭൗതികമായ അവയവങ്ങളും രണ്ടും ചേർന്നതാണ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ ആത്മാവിനെ സംബന്ധിച്ച് പറഞ്ഞു, ഈ ശരീരം അതിനെ സംബന്ധിച്ചും പറയുകയുണ്ടായി. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഞാൻ ഉണ്ടായത്. അപ്പൊ എൻ്റെ ഈ ഭൗതികമായ ശരീരത്തോട് എനിക്ക് അവകാശമുണ്ട്, എനിക്ക് കടമയുണ്ട്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? ഇത് അള്ളാഹ് എന്നെ ഏൽപ്പിച്ച ഒരു അമാനത്താണ്. എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ ഇന്റേണൽ ഓർഗൻസ്, എൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ, അതെൻ്റെ കിഡ്നി ആകട്ടെ, എൻ്റെ ഹൃദയമാകട്ടെ. ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്, അള്ളാഹുവേ എനിക്ക് ആഫിയത്ത് നൽകണേ, എൻ്റെ കണ്ണുകൾക്ക് ആഫിയത്ത്. അപ്പോൾ അവിടെ എല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ല അൻത എന്ന് ചേർത്താണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്കെല്ലാം നൽകിയത് പടച്ചവനാണ്. ആ അള്ളാഹു എനിക്കത് നൽകിയത് അതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഒരു അമാനത്ത് അഥവാ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പൊ എൻ്റെ കണ്ണ്, ആ കണ്ണുമായി ബന്ധപ്പെട്ട് കണ്ണിന് കൊടുക്കേണ്ട അവകാശം എന്താ? കണ്ണ് പ്രധാനപ്പെട്ട ഒരു അവയവം. കണ്ണില്ലെങ്കിൽ ഒന്നും കാണാൻ കഴിയില്ല, അന്ധനായിട്ട് മാറും. നമുക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയില്ല, മറ്റുള്ളവരുടെ സഹായം പേറി വേണം ജീവിക്കാനായിട്ട്. അപ്പോൾ ആ കണ്ണിനെ സൂക്ഷിക്കണം. കണ്ണിന് അപകടമുണ്ടാക്കുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യരുത്. കണ്ണിന് കാഴ്ച ലഭിക്കത്തക്ക ആഹാരമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. കണ്ണുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ ഉണ്ടായിത്തീരുന്ന ഒരു ആഹാരവും കഴിക്കരുത്. ഇത് കണ്ണിനോട് പാലിക്കേണ്ട അവകാശമാണ്. എൻ്റെ ആമാശയം, എൻ്റെ ദഹനേന്ദ്രിയങ്ങൾ, എനിക്ക് അതിനോട് അവകാശമുണ്ട്. ആ ദഹനേന്ദ്രിയത്തിന്, എൻ്റെ ആമാശയത്തിന് ചേരുന്ന, ഇണങ്ങുന്ന
ഭക്ഷണമാണ് ഞാൻ കഴിക്കേണ്ടത്. യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹം ഒട്ടകത്തിന്റെ മാംസം കഴിച്ചിരുന്നില്ല. ഒട്ടകത്തിന്റെ മാംസം ഏറെ പ്രിയപ്പെട്ട, അറബികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മാംസമാണ്. ആ ഒട്ടകത്തിന്റെ മാംസം കഴിക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടും അദ്ദേഹം കഴിച്ചില്ല. എന്തുകൊണ്ട്? അത് അദ്ദേഹത്തിന് പറ്റിയ ഒരു മാംസമല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് അത് അപകടമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടകത്തിന്റെ മാംസത്തെ അദ്ദേഹം മാറ്റിവെച്ചു. അത് കഴിച്ചാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ അത് സാരമായിട്ട് ബാധിക്കും. ഇത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ആ ഇഷ്ടപ്പെട്ട ആഹാരത്തെ അദ്ദേഹം മാറ്റിവെച്ചു. അപ്പൊ എൻ്റെ ആമാശയത്തോടുള്ള കടമ, ആ കടമ ഞാൻ പാലിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ചതാണ് ഈ അമാനത്ത്. സമാനമായ മറ്റ് പ്രവാചക വചനങ്ങൾ നമുക്ക് വേറെയും കാണാൻ കഴിയും. മദ്യം കഴിക്കുമ്പോൾ നമുക്കറിയാം, മദ്യം കഴിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിത്തീരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ഞാനിവിടെ പറയേണ്ടതില്ല. ഇസ്ലാം മദ്യത്തെ ഹറാമാക്കി. പക്ഷെ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാരകമായ രോഗങ്ങളുണ്ട്. വൈദ്യശാസ്ത്രം അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ മദ്യം കഴിച്ചിട്ട് ഒരാൾക്ക് മാരകമായ രോഗങ്ങൾ വന്നാൽ അത് അള്ളാഹുവിന്റെ വിധിയാണോ അല്ലെങ്കിൽ കർമ്മദോഷമാണോ? ഒരിക്കലും പടച്ചവന്റെ വിധിയല്ല. കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു മദ്യം കഴിക്കരുത്, അത് നിഷിദ്ധമാണ്. പക്ഷേ അദ്ദേഹം മദ്യം കഴിക്കുന്നു, അദ്ദേഹത്തിന് മാരകമായ രോഗങ്ങൾ ഉണ്ടായിത്തീരുന്നു. അത് അദ്ദേഹത്തിന്റെ കർമ്മദോഷമാണ്. അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾ തകരുന്നു. അള്ള ഏൽപ്പിച്ച അമാനത്തിനെ നശിപ്പിക്കുന്നു, തകർക്കുന്നു. ഇസ്ലാമികമായി അദ്ദേഹം വലിയ ധിക്കാരമാണ് പ്രവർത്തിച്ചത്. പുക വലിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? തൻ്റെ ശ്വാസകോശത്തെ വല്ലാതെ പീഡിപ്പിക്കുക, വല്ലാതെ പ്രയാസപ്പെടുത്തുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളെ നാശത്തിലേക്ക് ഇടരുത്. ഇങ്ങനെ പുക വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? പുക വലിക്കുമ്പോൾ ആ പുക വലിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സമീപത്തുള്ള ആളുകൾക്കും അതിന്റെ അപകടം സംഭവിക്കുന്നു. തൻ്റെ ആന്തരിക അവയവങ്ങളെ തകർക്കുന്നു. തൻ്റെ ശരീരത്തോടുള്ള ഉത്തരവാദിത്വം ലംഘിക്കുന്നു. നിസാര കാര്യമല്ല. നമ്മൾ നിസാരമായിട്ട് പലതിനെയും കാണും, പക്ഷേ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ്. തൻ്റെ ആന്തരിക അവയവങ്ങളെ തകർക്കുന്നു. തനിക്ക് അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുന്നു. ഈ രോഗങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? അല്ലാഹു അല്ല, മറിച്ച് ഞാൻ തന്നെയാണ്. ഞാൻ പൈസ കൊടുത്ത് രോഗം മേടിച്ചു, എൻ്റെ കുടുംബത്തിന് ആവശ്യമായ പണം ഈ ഒരു മാർഗത്തിലൂടെ ദൂർത്തടിച്ച്, ഇന്നൽ മുബദ്ദിരീന കാനു യഖ്വാന ശയാത്തീൻ, ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ്. ഞാൻ ദൂർത്തടിച്ച് പൈസ ചെലവാക്കി, ഇങ്ങനെ പുക വലിച്ച് അസുഖം വരുത്തി, ആരാ ഉത്തരവാദി? അപ്പൊ ആഹാരം എന്ന് പറയുന്നത് നിസാരമായ ഒരു സംഗതിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്കും ബാഹ്യമായ അവയവങ്ങൾക്കും ആരോഗ്യകരമായ സംരക്ഷണം അത് ഉറപ്പുവരുത്തേണ്ടത് അള്ളാഹുവിന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ പടച്ചവൻ പറഞ്ഞു, ഇന്ന ആഹാരം ഹറാമാണ്, കഴിക്കരുത്. അതോടൊപ്പം പടച്ചവൻ പറഞ്ഞു, അമിതമായി ആഹാരം കഴിക്കരുത്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച കാര്യമാണ്. ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡായിട്ട് നമുക്ക് കാണാൻ കഴിയും. പുതിയ തലമുറ ആഹാരം കഴിക്കുവാൻ ഒരുപാട് ദൂരം അവർ സഞ്ചരിക്കുന്നു. കൂട്ടുകാരുമൊത്ത് രാത്രി കാലങ്ങളിൽ അവർക്ക് ആഹാരം കഴിക്കാനുള്ള ഒരു താല്പര്യത്തെ മുൻനിർത്തി എത്ര ദൂരെയാണ് ഈ ഹോട്ടൽ എങ്കിലും അവർ അവിടേക്ക് സഞ്ചരിക്കുന്നു, യാത്ര ചെയ്യുന്നു. രാത്രി ഒരുപാട് വൈകി ആഹാരം കഴിക്കുന്നു. ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, ഇസ്ലാമികമായി അത് ശരിയാണോ അല്ലയോ? ഒന്നാമത്തെ ശരികേട്, രാത്രി വൈകി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഹാരം കഴിച്ചിട്ടില്ല. ഇശാ നമസ്കാരത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇശാ നമസ്കാര ശേഷം ഉടനെ അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നു. വളരെ നേരത്തെ അദ്ദേഹം ഉറങ്ങിയിരുന്നു. ഒരു 10 മണി, 10:30 അല്ലെങ്കിൽ 9:30 അതിൻ്റെ ഇടയിൽ ഇശാ നമസ്കാര ശേഷം റസൂലിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഇശാ നമസ്കാര ശേഷം അദ്ദേഹം മറ്റൊരു വർത്തമാനത്തിലും ഏർപ്പെട്ടിട്ടില്ല.
അദ്ദേഹം നേരത്തെ കിടന്നുറങ്ങി, നേരത്തെ എഴുന്നേറ്റു. ഇന്നത്തെ വൈദ്യശാസ്ത്രം പറയുന്നു, ഉറക്കം നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കും. ഇത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഇത് വൈകി ആഹാരം കഴിക്കൽ ഇന്നൊരു ഫാഷനായി മാറിയിരിക്കുന്നു. ഒരുപാട് അലങ്കൃതമായ ഹോട്ടലുകൾ, വിഭവ സമൃദ്ധമായ ആഹാരങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർ അവിടെ ചെന്നിട്ട് രാത്രി 10 മണി, 11 മണി, 12 മണി, എല്ലാവരും, ചെറുപ്പക്കാർ മാത്രമല്ല, അതൊരു പുതിയ ഫാഷനായിട്ട് മാറി. രാത്രി ഇങ്ങനെ ആഹാരം കഴിക്കുക, വയറ് ടൈറ്റാക്കുക, എന്നിട്ട് അത് ദഹനക്കേട് വരിക, പ്രശ്നങ്ങളാവുക. ആരാ ഉത്തരവാദി? എന്നിട്ട് അസുഖങ്ങൾ വരിക. ഇവിടെ എന്താ സംഭവിച്ചേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഒരു അമാനത്ത്, നമ്മുടെ ആരോഗ്യം. നാളെ പടച്ചവന്റെ കോടതിയിൽ ചോദ്യങ്ങൾക്ക് വിധേയമാകും. നീ നിന്റെ ആരോഗ്യത്തെ ഏത് രൂപത്തിലാണ് ചെലവഴിച്ചത്? നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. ഈ ആരോഗ്യത്തെ തകർത്ത് കളഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല. ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു പ്രശ്നം എന്താ? കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് രുചികരമായ ആഹാരമാണ്, പക്ഷേ ഗുണം ഇല്ലാത്ത ആഹാരമാണ്. രുചിയുണ്ട്, ഗുണമില്ല. നല്ല മണമുണ്ട്, അത് കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ള ഒരു ആർത്തി വരും. നല്ല മണമായിരിക്കും, കഴിക്കാനുള്ള ഒരു പ്രത്യേകമായ ടേസ്റ്റ്, നാവിന് വല്ലാത്ത ഒരു സ്വാദ്. പക്ഷേ ആമാശയത്തിലേക്ക് ചെന്നാലോ അത് അപകടകരമായ പല പദാർത്ഥങ്ങളും ചേർന്ന, രുചിക്ക് വേണ്ടിയുള്ള രുചിക്കൂട്ടുകളൊക്കെ ചേർന്ന ഒരു ആഹാരമായിരിക്കും. അപ്പോൾ ഇന്ന് രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ 18 വയസ്സുള്ള ഒരു +2 വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. എന്താ കാരണം ആർക്കും അറിയില്ല. 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതൊരു പതിവായി മാറിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടറോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം, പല മറുപടികൾ അവർ പറയുമെങ്കിലും അവർ തരുന്ന ഒരു മറുപടി ഇതാണ്: ജീവിതശൈലി. ജീവിതശൈലി മാറിയപ്പോ മരണം വേഗത്തിലായി. പണ്ടൊക്കെ 60, 65, 70 വയസ്സാകുമ്പോൾ നമ്മെ തേടിയെത്തുന്ന രോഗങ്ങൾ ഇപ്പോൾ 35, 25 വയസ്സാകുമ്പോൾ നമ്മെ തേടിയെത്തി. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? കിഡ്നി പേഷ്യൻസ് വർദ്ധിച്ചില്ലേ, കൂടിയില്ലേ? ആശുപത്രികളിൽ കിഡ്നി രോഗികൾ എണ്ണം കൂടിയില്ലേ? ഒരു 10-40 വർഷങ്ങൾക്കപ്പുറം ഒരു കിഡ്നി രോഗിയെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമായിരുന്നു? അതേപോലെ ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖം കൂടിയില്ല, വർദ്ധിച്ചില്ലേ? 10-20 വർഷങ്ങൾക്കപ്പുറം നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുമായിരുന്നോ? നമുക്ക് ഒരു അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഈ പ്രദേശത്ത് ആർക്കെങ്കിലും ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട ഒരു അപകടം സംഭവിച്ചാൽ അത് ഒറ്റപ്പെട്ട ഒരു കേസായിരിക്കും. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് സാധാരണമായി മാറി. അതൊരു നോർമലായ കേസ്. എല്ലാവർക്കും ബ്ലോക്കാണ്, എല്ലാവർക്കും പ്രശ്നമാണ്, എല്ലാവർക്കും കിഡ്നി സംബന്ധമായ, ലിവർ സംബന്ധമായ അസുഖങ്ങളാണ്. എങ്ങനെ സംഭവിച്ചു? ആരാണ് വില്ലൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യമാണ്. ആഹാരം കഴിക്കുമ്പോൾ നോക്കിയും കണ്ടും മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, അള്ളാഹുവിന്റെ വിധി മറ്റൊന്നാണ്. അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹം രോഗിയായി കിടന്ന ഒരു പ്രവാചകനാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് രോഗം എന്നത് എല്ലാം നമ്മുടെ പ്രശ്നമാണ് എന്ന് വിചാരിക്കരുത്. അയ്യൂബ് അലൈഹിസ്സലാം രോഗിയായി കിടന്ന, വർഷങ്ങളോളം രോഗിയായി കിടന്ന ഒരു പ്രവാചകനാണ്. രോഗിയായിട്ട് മാംസപേശികളൊക്കെ, തൻ്റെ ശരീരത്തിലെ മാംസമൊക്കെ ഉതിർന്നു വീണ് മാരക രോഗത്തിന്റെ അടിമയായി വർഷങ്ങളോളം ജീവിച്ച ഒരു പ്രവാചകൻ. എന്തുകൊണ്ട് രോഗം വന്നു? അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അങ്ങനെ സംഭവിക്കാം. എല്ലാം ആഹാരം കൊണ്ട് മാത്രം എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹു പരീക്ഷിക്കാം, അതികഠിനമായി അള്ളാഹു പരീക്ഷിക്കാം. മാരകമായ രോഗങ്ങൾ നമുക്ക് നൽകാം. അത് അള്ളാഹുവിന്റെ പരീക്ഷണമായി മാത്രം കാണുക. പക്ഷേ അള്ളാഹുവിന്റെ പരീക്ഷണമല്ലാതെ നമ്മൾ കഴിക്കുന്ന ആഹാരം മൂലം നമ്മളുടേതായ പ്രശ്നങ്ങൾ വഴി നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം. അതിന് നമ്മൾ കരുതിയിരിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും. ഇപ്പൊ എനിക്കുണ്ടായ ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് 4-5 ദിവസം ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്. എന്താണ് കാഴ്ച? ആശുപത്രിയിൽ വലിയ തിരക്കാണ്.
ആ തിരക്കിലേക്ക് നോക്കുമ്പോൾ താടി വെച്ചവരും തൊപ്പിയിട്ടവരും ഹിജാബിട്ടവരുമാണ് അവിടെ കൂടുതൽ. ഏതാണ്ട് 90% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ആശുപത്രിയിൽ ധാരാളമായി വന്നു പോകുന്നത്. മറ്റ് സമുദായക്കാരെ അപൂർവമായിട്ടേ കാണാൻ സാധിച്ചുള്ളൂ. ഇത് ആ ഒരു ആശുപത്രിയുടെ മാത്രം കാര്യമല്ല. ഏത് ആശുപത്രിയിൽ ചെന്നാലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരിക്കും ധാരാളം. അതിന് ഡോക്ടേഴ്സ് നൽകുന്ന മറുപടി മുസ്ലിങ്ങൾ അമിതമായി ആഹാരം കഴിക്കുന്നു എന്ന മറുപടിയാണ്. അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയൂ? അമിതമായി ആഹാരം കഴിക്കുന്നവരാണ്, അമിതമായി കൊഴുപ്പ് ഉപയോഗിക്കുന്നവരാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എന്ന ഒരു മറുപടി ആയിരിക്കും ഡോക്ടേഴ്സ് നൽകുക. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സ്വഹാബികൾക്ക് ആർക്കും രോഗമില്ല. ഒരു ചരിത്രമാണ്, ഒരു ഹദീസാണ്. സഹാബികൾക്ക് രോഗമില്ല. പ്രവാചകർക്ക് വരെ വേണ്ടപ്പെട്ട പറയപ്പെട്ട ഒരു അസുഖവുമില്ല. സ്വഹാബിമാരൊക്കെ മുസ്ലിങ്ങളൊക്കെ നല്ല ആരോഗ്യവാന്മാർ. എന്തായിരിക്കും അതിന്റെ രഹസ്യം? ഒരു വൈദ്യനായ ഒരു ബഹുദൈവ വിശ്വാസി, അദ്ദേഹം കുറച്ചൊക്കെ വൈദ്യം പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം തീരുമാനിച്ചു, എനിക്കൊന്ന് അറിയണം. അദ്ദേഹം മക്കയിൽ വന്ന് സ്വഹാബികൾക്കിടയിൽ രഹസ്യമായിട്ട് ജീവിക്കുന്നു, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. എന്താണ് ഇതിന്റെ പുറകിൽ? ഇവർക്ക് ഇത്രമാത്രം ആരോഗ്യം എവിടെ നിന്ന് ലഭിച്ചു? അങ്ങനെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ഇവർക്കൊപ്പം ഇവരറിയാതെ ഇവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം അറിയാൻ വേണ്ടി വൈദ്യനായ ആ ഒരു ബഹുദൈവ വിശ്വാസി അവർക്കൊപ്പം ജീവിച്ചു. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇവർ ആഹാരം കുറച്ചു മാത്രമേ കഴിക്കുന്നുള്ളൂ. ബഹുദൈവ ആരാധകർ കഴിക്കുന്ന പോലെ കഴിക്കുന്നില്ല. ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം അദ്ദേഹം പറഞ്ഞു, ഇവർ കഴിക്കുന്ന ആഹാരം ഗുണമുള്ള ആഹാരങ്ങളാണ്. പാൽക്കട്ടി കഴിക്കുന്നു, ഖജൂർ, ഈത്തപ്പഴം കഴിക്കുന്നു. ഇവര് ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നു. വേസ്റ്റായ ഒരു ആഹാരം ഇവർ കഴിക്കുന്നില്ല. ഗുണമുള്ള, ആരോഗ്യത്തിന് ഫലപ്രദമായ, പോഷക മൂല്യങ്ങളുള്ള ഏതാനും കുറച്ച് ഭക്ഷണമേ അവർ കഴിക്കുന്നുള്ളൂ. ഒലീവ് എണ്ണ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഹദീസ ചരിത്രമാണ്. നമ്മളെ പോലെ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയതും കിട്ടാത്തതും വാരി വലിച്ച് കഴിക്കുന്ന ഒരു പ്രവണത ഞാൻ അവർക്കിടയിൽ കണ്ടില്ല. മൂന്നാമത്തെ ഉത്തരം, നല്ല വ്യായാമം ചെയ്യുന്നു. കുതിര, അതുമായി ബന്ധപ്പെട്ട സവാരി, കുതിര സവാരി പഠിക്കുന്നു, വാൾപ്പയറ്റ് പഠിക്കുന്നു, അഭ്യാസങ്ങൾ പഠിക്കുന്നു. ആ കാലഘട്ടത്തിൽ സജീവമായ ആരോഗ്യപരമായ ഉണർവിന് എന്തൊക്കെ വ്യായാമങ്ങൾ ആവശ്യമുണ്ടോ അതൊക്കെ അവർ ചെയ്യുന്നു. പോരെ? ഇതാണ് മുസ്ലിങ്ങൾ. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ. അവർക്ക് പൊണ്ണത്തടിയില്ല. നാലാമത്തെ ആശയം, നാലാമത്തെ പോയിന്റ്, അവർക്ക് പൊണ്ണത്തടിയില്ല. ഞാൻ കണ്ടിട്ടില്ല, പൊണ്ണത്തടിയന്മാരായ ആരെയും ഞാൻ കണ്ടില്ല. ഇതാണ് സലഫു സ്വാലിഹീങ്ങൾ, അവരുടെ മാതൃക. ഈ മാതൃകയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഒക്കെയുണ്ട്, ആരാധന മേഖലയിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു. പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവതരമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരോഗ്യമില്ലാത്ത രോഗികളായ ഒരു ഉമ്മത്തായിട്ട് നമുക്ക് മാറേണ്ടി വരും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യം ദീനുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഭൗതികമായ കാര്യമല്ല. ഞാനിവിടെ പറഞ്ഞപ്പോൾ ആയത്തോതി, ഹദീസോതി, ചരിത്രം പറഞ്ഞു. അപ്പൊ അത് ദീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് വളരെ സൂക്ഷിക്കേണ്ടതുമാണ്. അള്ളാഹു ഏൽപ്പിച്ച അമാനത്ത്, ഉത്തരവാദിത്വം, ഈ ശരീരം, അതങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആരോഗ്യത്തോടെ നമുക്ക് ചെല്ലേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള ആഫിയത്ത്, അഥവാ മരിക്കുന്നവരെ ആഫിയത്തോടെ ആ ഒരു ദീർഘായുസ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അള്ളാഹു പൂർണ്ണമായ ശിഫയും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.